പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത ഒരു പുതുപുത്തൻ പുലരി നമുക്ക് കാണുവാൻ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, തുള്ളിച്ചാടി മഹത്വപ്പെടുത്തുവാൻ ദൈവം ആയുസ്സിനെയും ആരോഗ്യത്തെയും ബലത്തെയും സമാധാനത്തെയും ദീർഘിപ്പിച്ച് ഇന്നും സന്തോഷത്തോടെ നിർത്തിയിരിക്കുന്ന ദൈവകൃപയോർത്ത് കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് കടക്കുന്നതിനായി ഒരു വേദവചനം വായിക്കുന്നു. 132 സങ്കീർത്തനം, അതിൻ്റെ 16, അതിൻ്റെ 17, 18 വാക്യങ്ങൾ. അവിടെ ഞാൻ ദാവീദിന് ഒരു കൊമ്പ് മുളപ്പിക്കും, എൻ്റെ അഭിഷിക്തന് ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ അവൻ്റെ ശത്രുക്കളെ ലജ്ജ ധരിപ്പിക്കും, അവൻ്റെ തലയിലോ കിരീടം വയ്ക്കും. 132 സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങളാണ് വായിച്ചു കേട്ടത്. തുടങ്ങുന്നത് അവിടെ. അതിന് എവിടെയാണെന്ന് അതിന് മുകളിലുള്ള വാക്കുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഞാൻ ദാവീദിന് ഒരു കൊമ്പ് മുളപ്പിക്കും. അത് എവിടെയാണെന്നറിയുമ്പോഴേ അതിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എൻ്റെ അഭിഷിക്തന് ഒരു ദീപം ഒരുക്കിയിട്ടുമുണ്ട്. ഞാൻ അവൻ്റെ ശത്രുക്കളെ ലജ്ജ ധരിപ്പിക്കും, അവൻ്റെ തലയിലോ കിരീടം വയ്ക്കും. ദാവീദുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. അവിടെ എന്ന് പറയുന്നിടത്ത് എവിടെയാണ് എന്നുള്ളത് 13 വാക്യത്തിൽ വ്യക്തമാണ്. യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തൻ്റെ വാസസ്ഥലമാക്കി ഇച്ഛിക്കുകയും ചെയ്തു. അപ്പോൾ സിയോനിലാണ് അവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് താഴോട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്നേക്കും ദൈവത്തിൻ്റെ വിശ്രാമമാകുന്നു, അതിനെ ഇച്ഛിക്കിയാൽ ഞാൻ അവിടെ വസിക്കും, ദൈവം അവിടെ വസിക്കും. അതിലെ ആഹാര സമൃദ്ധിയെ അനുഗ്രഹിക്കും, അതിലെ ദരിദ്രന്മാർക്ക് അപ്പം കൊണ്ട് തൃപ്തി വരുത്തും, അതിലെ പുരോഹിതന്മാർക്ക് രക്ഷ ധരിപ്പിക്കും, അതിലെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കും. അവിടെ ഞാൻ ദാവീദിന് ഒരു കൊമ്പ് മുളപ്പിക്കും. അത് ആലയം സിയോനിൽ. സിയോൻ എന്ന് പറയുമ്പം അക്ഷരികമായി ഇത് സിയോൻ എന്ന് പറയുമ്പം സിയോൻ കോട്ട, ദൈവത്തിൻ്റെ കോട്ട, അല്ലെ ദൈവത്തിൻ്റെ ദാവീദ് പിടിച്ചെടുത്ത് ദൈവത്തിനായി കൊടുത്ത നഗരം എന്ന് പറയുന്നത്, അർപ്പിച്ച നഗരം സിയോൻ കോട്ട, സിയോൻ നഗരം എന്നൊക്കെ പറയുന്നത്. എന്നാൽ സിയോൻ നഗരം എന്ന് അക്ഷരികമായിട്ട്. എന്നാൽ ആത്മീകമായിട്ട് പറയുമ്പോൾ പുതിയ യെരൂശലേമും പുതിയ യെരൂശലേമും പുതിയ സിയോനും പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒപ്പം പുതിയ സിയോനുണ്ട്. പുതിയ സിയോൻ എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ പാർപ്പിട സ്ഥലം. ഇതാണ് പുതുപുത്തൻ സിയോൻ എന്ന് പറഞ്ഞാൽ പുതിയ സിയോൻ എന്ന് പറയുന്നത്. പുതിയ സിയോനിൽ ആ പുതുപുത്തൻ സിയോൻ എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ. അവിടെ ഞാൻ ദാവീദിന് ഒരു മുള, ഞാൻ ദാവീദിന് ഒരു മുള, ഒരു കൊമ്പ് മുളപ്പിക്കും. ഒന്ന് ശ്രദ്ധിക്കണമേ. അപ്പൊ ഇവിടെ ദാവീദിനെ കുറിച്ച് പറയാം. ദാവീദ് തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ അഭിഷിക്തനാണ്. തലമുറയോളം നിന്റെ തലമുറയിൽ ഒരുവൻ സിംഹാസനത്തിൽ ഇരിക്കാനില്ലാതെ പോകുകയില്ല എന്ന് ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹമുണ്ട്. അനുഗ്രഹം പിടിച്ചുകൊണ്ടാണ് ദാവീദ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സിയോനിൽ ദാവീദിനെ എടുത്തു പറയുന്നത്. അവിടെ ഞാൻ ദാവീദിന് ഒരു കൊമ്പ് മുളപ്പിക്കും. ഹല്ലേലൂയ. ഒരുവൻ സിംഹാസനത്തിൽ ഇരിക്കാതെ പോകുകയില്ല എന്ന് പറഞ്ഞത് നിവർത്തിയാകുന്നത് ആ തലമുറയുണ്ട്. ശലോമോന്റെ ശേഷം രാജ്യം 2 വിഭാഗിച്ചു പോയി. രാജ്യം 2 വിഭാഗിച്ചു പോയെങ്കിലും ദാവീദിന്റെ വംശാവലി അന്നും നിലനിന്നു. അപ്പോ ഈ താഴേക്ക് പിന്നീട് വരുമ്പം നമുക്ക് കാണാം യേശു കർത്താവിന്റെ ടൈം വരെ അത് തുടർന്നുകൊണ്ടേയിരുന്നു. കർത്താവ് സിംഹാസന രൂഢനായപ്പോൾ, സിംഹാസനത്തിന് അധിപനായപ്പോൾ, സിംഹാസനത്തിൽ അധിവസിച്ചപ്പോൾ പിന്നീട് അത് കാണുന്നില്ല. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പം അക്ഷരികമായിട്ടല്ല, ആത്മീകമായിട്ട് അങ്ങനെ തന്നെ പറയുന്നു. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അങ്ങനെയാണ് വചനം തുടങ്ങുന്നത്. അപ്പൊ ദാവീദിന് ഒരു കൊമ്പ് മുളപ്പിക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ ആക്ഷരികമായി ആത്മീകമായി ദാവീദിന് വരാൻ പോകുന്ന, ദാവീദിന്റെ തലമുറയിൽ വിരിയാൻ പോകുന്ന, മുളയ്ക്കാൻ പോകുന്ന യേശു കർത്താവ് എന്ന കൊമ്പിനെ വശീക പ്രവചനമായി ഇവിടെ പറഞ്ഞിരിക്കുക. ദാവീദിന് ഒരു കൊമ്പ് മുളപ്പിക്കും. എൻ്റെ അഭിഷിക്തന് ഒരു ദീപം ഒരുക്കിയിട്ടുമുണ്ട്. അതൊരു പ്രകാശമായിട്ട് മാറും. അഭിഷിക്തന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദീപം ഒരിക്കലും കെടുത്താൻ കഴിയാത്ത, കെട്ടുപോകാത്ത ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. ഈ കർത്താവ് എന്ന ദീപം, ഈ ദീപം വഴികാട്ടിയാണ്. കൊമ്പ് മുളയ്ക്കും. യേശു കർത്താവ് എന്ന കൊമ്പ് മുളയ്ക്കും. അതിനെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഒരു ദീപം കത്തിക്കും. ആ കത്തിക്കുന്ന ദീപം പ്രകാശമായി, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ ആ പ്രകാശമായി മാറും. അത് മറ്റുള്ളവരിലേക്ക് നീതി
സൂര്യന്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പതിക്കപ്പെടും. പിന്നെ പറഞ്ഞു, ഞാൻ അവന്റെ ശത്രുക്കളെ ലജ്ജ ധരിപ്പിക്കും, അവന്റെ തലയിലോ കിരീടം വെക്കും. ദാവീദിന്റെ കിരീടമുണ്ട്, ദാവീദിന്റെ സിംഹാസനവും ദാവീദിന്റെ കിരീടവുമുണ്ട്. ഈ കിരീടം ദാവീദ് തുടർന്ന് തലമുറയായി തുടരും. അങ്ങനെ യേശു കർത്താവിന്റെ കാലഘട്ടം എത്തുമ്പോൾ കർത്താവ് രാജാതി രാജാവും കർത്താതി കർത്താവുമായി, അതേ ആ പൊൻകിരീടത്തിനുടമയായി, ആ തുല്യമല്ലാത്ത കിരീടത്തിന് അവൻ മാത്രം ഉടമയായി. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന, മുദ്ര പൊട്ടിക്കാനും തുറക്കാനും ആരെയും കാണാഞ്ഞുകൊണ്ട് ഏറ്റവും അത്യന്തം കരഞ്ഞു. അപ്പോ മൂപ്പന്മാരിൽ ഒരുവൻ വന്നിട്ട് പറയുക, ഒരുവൻ അതേ യോഗ്യത പ്രാപിച്ചിട്ടുണ്ട്, ഒരുവൻ ബലം പ്രാപിച്ചിട്ടുണ്ട്. തൻ്റെ സ്വന്തം രക്തം കൊണ്ട് ഗോത്രങ്ങളെയും ഭാഷകളുടെയും ജാതികളുടെയും ജനത്തെ വിലയ്ക്കു വാങ്ങിയ ഒരു മുളയുണ്ട്. അതാണ് യേശു കർത്താവ്. ഇവിടെ ഈ സങ്കീർത്തനം തുടങ്ങുമ്പോൾ തൊട്ട് ദാവീദിനെ കോപേ, ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയും ഓർക്കണമേ, ദാവീദിൻ്റെ പ്രതിജ്ഞ ഓർക്കണമേ, ദാവീദിൻ്റെ സമർപ്പണം ഓർക്കണമേ. ഞാൻ ദൈവത്തിന് ഒരാലയം പണിയുന്നത് വരെ തിരുനിവാസത്തിൽ അതേ സിംഹാസനത്തിൽ കയറി ഇരിക്കയില്ല, അതേ ഇനി എൻ്റെ ശയ്യമേൽ കയറി കിടക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്യുന്നതൻ ആലയം പണിയാൻ ദൈവം തീരുമാനിക്കുന്നു. പണിയാൻ തീരുമാനിക്കുമ്പോൾ തന്നെ നാഥാൻ പ്രവാചകനോട് പണിയണ്ട എന്ന് രണ്ടാമത് നാഥാൻ പ്രവാചകൻ അന്ന് രാത്രി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വന്ന് പറയുമ്പോഴും ഇന്നും അറിയപ്പെടുന്നത് ദാവീദിന്റെ കൂടാരമെന്ന. കാരണം ആഗ്രഹം ദൈവം മാനിച്ചു, പണിയാനുള്ള താല്പര്യത്തെ ദൈവം മാനിച്ചു. രണ്ട്, ദാവീദിന്റെ മകനെ കൊണ്ടാണ് ആലയം പണിയിപ്പിച്ചത്. പക്ഷെ അറിയപ്പെടുന്നത് ദാവീദിന്റെ കൂടാരമെന്ന. ദാവീദ് ആലയം പണിയാൻ തീരുമാനിച്ച ദൈവമായിട്ടുള്ള സമർപ്പണം. പിന്നെ ഓരോ ചെയ്തികളിലും ദൈവത്തിന്റെ ഹിതപ്രകാരം നടന്ന മനുഷ്യൻ, തന്റെ തെറ്റുകളെ മറച്ചുവെക്കാതെ ഏറ്റുപറഞ്ഞ് ശുഭം പ്രാപിച്ച മനുഷ്യൻ. ഹല്ലേലൂയ. ഈ വചനം താഴേക്ക് കാണുമ്പോൾ ആ വചനത്തിൻ്റെ ആഴത്തിൽ എല്ലാം വ്യക്തമാകുന്നു. യേശു കർത്താവ് എന്ന മുളയെ മുളപ്പിക്കുന്ന തമ്പുരാൻ, അതേ ആ മുളയെ കെട്ടുപോകാത്ത മുള, അതിനെ ആർക്കും തകർത്ത് കളയാൻ പറ്റാത്ത മുള. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആത്മീകമായിട്ട് ഒരു മുള നിനക്ക് വേണ്ടി സിയോനിൽ അവിടെ ഒരു മുള മുളച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഒരു മുള മുളച്ചിട്ടുണ്ട്. ആ മുളയെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, അതേ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു, പിതാവിന്റെ വലതുഭാഗത്ത് അതേ പുത്രൻ നിന്ന് പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു നിനക്ക് വേണ്ടി. ഈ സന്ദേശം കേൾക്കുമ്പോൾ കുഞ്ഞ്, നിനക്ക് വേണ്ടി ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന, നിനക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്ത് പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുവനുണ്ട്. അതാണ് ഈ മുള, അതാണ് ദീപം കത്തിക്കുന്നത് വെറുതെയല്ല. നീതിസൂര്യന്റെ പ്രകാശം നിന്നിലേക്ക് വരുവാൻ, ഈ ദീപം കെട്ടുപോകാതെ ഇരുട്ടിൽ തപ്പി തടയുമ്പോൾ ആ പ്രകാശം നിന്നിലേക്ക് വരിക മാത്രമല്ല, നിന്നെ സ്വർഗരാജ്യത്ത് എത്തിക്കുക, നിന്നെ നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ, നിന്നെ നിത്യത വരെ കൈവിടാതെ കാക്കുവാൻ. അത് നിന്റെ തലയിൽ നീ പരാജയപ്പെട്ട ഇടത്ത്, നീ തോറ്റുപോയ ഇടത്ത്, നിന്നെ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് പിശാച് പറഞ്ഞ ഇടത്ത് അവിടെ ഇറങ്ങി വന്ന് അവന്റെ സ്വന്തം രക്തം കൊണ്ട് നിനക്ക് മറുപടിയായി തന്ന് നിന്നെ വിജയിപ്പിച്ച് പിശാചിനെയും അവന്റെ സകല തന്ത്രങ്ങളെയും പാമ്പിനെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന ഒരുവനുണ്ട്. അതാണ് ഈ മുള, അതാണ് ഈ ദീപം കത്തിച്ചിരിക്കുന്നത്. ആ കിരീടമാണ് യേശു കർത്താവ് പ്രാപിച്ച്, എനിക്ക് സ്വർഗത്തിൽ ഭൂമിയിൽ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു പറഞ്ഞിട്ട് തീരുകയല്ല. അതേ അധികാരമുള്ളവരായി 70 പേരെ വിളിച്ചിട്ട് അവർക്ക് അധികാരം കൊടുത്ത്, അതേ അവർക്ക് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം കൊടുത്തിട്ട് അവർ ഇങ്ങനെ പറഞ്ഞു, ഇവ ഒന്നും ഒരു നാളും നിനക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. ഹല്ലേലൂയ. ആ ഒരു ദൈവശക്തി, ആ ഒരു ദൈവകൃപ ഈ പ്രഭാതത്തിൽ പ്രാപിക്കുവാൻ, ആ കൃപയിൽ തന്നെ നിൽക്കുവാൻ, ആ കൃപ പ്രാപിക്കുവാൻ ദൈവ ജനമേ ഒന്ന് ദൈവത്തിലേക്ക് ഒന്ന് ശക്തിപ്പെട്ടെ, ഒന്ന് ഹൃദയം കൊടുത്തേ, ഒന്ന് നിത്യത വരെ എത്തിക്കുന്ന ദൈവകൃപ കൂടെ നടത്തട്ടെ. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായൊരു ദൈവ സാന്നിധ്യത്തിൽ മറക്കുന്നതിനായി സ്തോത്രം. ജനത്തെ ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ ജനത്തിന്മേൽ പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സന്ദേശം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ദാവീദിന്റെ മുളയാകുന്ന കർത്താവിൽ ആശ്രയിക്കുവാൻ, ആ ദീപം കെട്ടുപോകാത്ത ദീപം കരങ്ങളിൽ വഹിക്കുവാൻ, സാന്നിധ്യമായി വഹിക്കുവാൻ, ആ കിരീടത്തിന്റെ വില അതേ മനസ്സിലാക്കി മുന്നോട്ട് അത് പ്രാപിക്കാത്ത കൊണ്ട് ഓടുവാൻ ദൈവജനത്തെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനാ കൂട്ടായ്മ എല്ലാവരെയും അനുഗ്രഹിക്കും. സന്ദേശം കേൾക്കുന്ന സകലവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥി യഹോവ കൂടിയും ആത്മാവിൽ ബലപ്പെടുത്തും. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥന കിട്ടിയാൽ സ്തോത്രം, സകല മാനവമഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. വാക്ക് വിത്ത് ജീസസ് ആൻഡ്
താങ്ക് യു സോ മച്ച്.